വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും വിചാരം തേടുന്ന കേരള രാഷ്ട്രീയം എന്ന തലക്കെട്ടിൽ യൂത്ത് ഇന്ത്യ സംഘടിപ്പിച്ച സിമ്പോസിയം രാഷ്ട്രീയത്തിലെ മൂല്യച്യുതികളെ തുറന്നുകാട്ടുന്ന വേദിയായി. സ്വാതന്ത്ര്യം നേടി 6 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പട്ടിണിയും പ്രാഥമിക സൗകര്യങ്ങളുടെ അഭാവം മൂലം നരകയാതന അനുഭവിക്കുന്ന ജനലക്ഷങ്ങൾ അധിവസിക്കുന്ന നാടാണ് നമ്മുടേതെന്ന് വേദനിപ്പിക്കുന്ന വസ്തുതയാണ് സിമ്പോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച KAG പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തോവൂർ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അകന്നുപോയതായും അധികാരമോഹവും കെടുകാര്യസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവും അധാർമികതയും കുടികൊത്തുമാഴുന്ന സംഘങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ അധപ്പതിച്ചിരിക്കുന്നുവെന്നത് സമകാലിക സംഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ജനാധിപത്യ രാജ്യത്തെ ജനതയുടെ ഭാവിയുമായി രാഷ്ട്രീയത്തിലെ പൊക്കിൾക്കൊടി ബന്ധമാണെന്നുള്ളതിരിക്കെ രാഷ്ട്രീയത്തിലെ ജീർണത രാഷ്ട്രത്തെ തന്നെ നാശത്തിലേക്ക് നയിക്കുമെന്ന് പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച യൂത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് റഫീഖ് ബാബു പറഞ്ഞു. വിലക്കയറ്റവും മഴക്കെടുതി മൂലമുള്ള ദുരന്തങ്ങളും കാരണം ജനം പൊറുതിമുട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോട് ഭരണകൂടം വ്യക്തമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. ജനാധിപത്യത്തിലെ തിരുത്തൽ ശക്തികളായി വർത്തിക്കുന്നതിൽ പ്രതിപക്ഷം വീഴ്ച വരുത്തുന്നത് കേരള രാഷ്ട്രത്തിലെ പതിവ് കാഴ്ചയാണെന്നും ധാർമ്മികയിൽ അധിഷ്ഠിതമായ ക്ഷേമരാഷ്ട്രം രൂപപ്പെടുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെസിൽ രാമപുരം, അബ്ദുൾ റഹീം, സത്താർ കുന്നൽ, ഫൈസൽ മഞ്ചേരി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അബ്ബാസിയ പ്രവാസി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സിമ്പോസിയത്തിൽ യൂത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് അനീസ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷാഫി PT സ്വാഗതം ആശംസിച്ചു.